ഫേക്ക്. ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അതിനാ ഇങ്ങനെ ആക്കി നീ ഒന്ന് എല്ലാ വീഡിയോയിലും ഇതേപോലെ അങ്ങനെ അങ്ങ് കിട്ടാ പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപ് ഞാൻ പറഞ്ഞ പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപിന്റെ ഒരു തിരിച്ചുവരവാണോ തിരിച്ചു പോക്കാണോ? അല്ല അങ്ങനെ പറയല, ഇപ്പഴേ പറയല, അങ്ങനെ പറയല. സ്റ്റാർട്ട് തൊട്ട് പടം കണ്ടു വന്നിട്ട് ലാസ്റ്റ് അങ്ങനെ വന്നാൽ മതി. അല്ല ആദ്യം വന്നിട്ട് ഓ പടം അങ്ങനെ പറയണ്ട. ഇവനാ പറയല് ഞാൻ മരണമാതിന്റെ നല്ല ഇത് പറയാൻ നിൽക്കുമ്പോ അപ്പൊ ഇവന്നെ പടം പൊട്ടി. അങ്ങനെ പൊട്ടിയിരുന്നില്ല. അതങ്ങനെ നീ റെട്രോ ഭയങ്കരമായിട്ട് പറഞ്ഞ ഞാൻ എന്റെ കൂടെ കൂടി. നീ റേറ്റിംഗ് എത്ര കൊടുത്തേ? അങ്ങനെ ഒരു പടം സ്റ്റാർട്ടിങ് കേറാൻ വേണ്ടി തന്നെ ഒരു 5 മിനിറ്റ് വൈകിട്ട് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ ഒഴുകി ലാസ്റ്റ് അവർ ഇങ്ങനെ പോകും. നല്ല കോമഡി ഉണ്ട്, ചിരിക്കാനുണ്ട്. നമുക്ക് നല്ല പടം. സെക്കൻഡ് ഹാഫ് എത്തി, കുഴപ്പമില്ല, കുറച്ച് ഓവറായി, കുഴപ്പമില്ല. ഈ ക്ലൈമാക്സ് എത്തുമ്പോ ഇതെങ്ങനെയെങ്കിലും മേൻ തീർക്കണം, സിനിമ തീർക്കണം. ഇങ്ങനെ വെച്ചാൽ ശരിയാവൂല. ഫസ്റ്റ് ആ ലെവലിൽ പോയി കഴിഞ്ഞാൽ പുതിയ ഡയറക്ടറാണല്ലേ, പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഇത് തീർക്കണം നമുക്കല്ലേ പെട്ടെന്ന് നമുക്ക്. പക്ഷെ പായ സിനിമ പറഞ്ഞതാണ് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞതാണ്. അടിപൊളി പാടത്തിൽ പക്ഷെ അതുവരെ സൂപ്പർ. ഞാൻ പറഞ്ഞ ആടം വരെ കിട്ടില്ല. പിന്നെ ഇവരെ സെന്റിമെന്റ്സ് ദിലീപ് ഒന്നും ബോറാക്കിയിട്ടില്ല. നല്ല ദിലീപിനെ യൂഷ്വൽ സാധനല്ലേ, എക്സ്പ്രഷൻ കൊണ്ട് ചിരിപ്പിക്കും. അതുണ്ട് പണ്ടത്തെ ഒട്ടും ഓവറാക്കാണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. അല്ല ഞാൻ പറയാം, ദിലീപിന്റെ കൊറേ നല്ലൊരു ഫേസ് എക്സ്പ്രഷൻ. അതല്ല ഫസ്റ്റ് ഹാഫിലെ സെക്കൻഡ് ഹാഫിന് ഇമോഷണൽ ആയി, ചിരി കൊണ്ടുവരാൻ ഇമോഷൻ വരുത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇമോഷൻ ഫീൽ ചെയ്യുന്നില്ല ഒരുപാട് കാര്യങ്ങളൊന്നും. അതെന്നറിയാ, കുറച്ച് ഒരു ഫാമിലി പടാണ് ഈ സംഭവം. ബോറ് സിനിമ ഒന്നല്ല, നല്ല സിനിമ. പക്ഷെ കഥ വെച്ച് പറയാണെങ്കിൽ കുറച്ച് ഒരു പഴഞ്ചൻ ഒരു ചങ്ങായി എടുത്താണ്. ഒന്നാമത് ഈ യൂട്യൂബേഴ്സിന് അങ്ങ് തരംതാത് സിനിമാക്കാരാ നല്ലത്. അങ്ങനെ അല്ല സിനിമാക്കാര് പറയുമ്പോ അങ്ങനല്ലേ. അല്ല ഇതിലിപ്പോ മീഡിയക്കാര് ചെയ്യുന്നതും അങ്ങനല്ല. ഒരു മീഡിയക്കാര് ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ ആൾക്കാരെ പറയുമ്പോ അത് അവര് നല്ല രീതിയിൽ അങ്ങനല്ലേ വരും സംഭവം. അങ്ങനെ ഉദ്ദേശിച്ചാണ് സിനിമക്കാര് പറയുന്നത്. സിനിമക്കാര് നല്ല അങ്ങനല്ല ഉദ്ദേശിച്ചത്. അല്ല ഇത് പറയട്ടോ, ഇതിപ്പോ ഓൺലൈൻ സംഭവമല്ല, ഓൺലൈൻ ചാനലെല്ലാം നെഗറ്റീവ് ആയിട്ട്. ഇപ്പൊ ഓൺലൈൻ മീഡിയാസ് ഉണ്ടാവില്ലേ, ഇപ്പൊ മെയിൻ സ്ട്രീം മീഡിയസും ഓൺലൈൻ മീഡിയസും വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരേപോലെ. അല്ല ഇപ്പം ആ ലാസ്റ്റ് സീൻ വരുന്നില്ലേ മീഡിയാസിനെ പറയുന്നത്, അതില് ഓൺലൈൻ മീഡിയാസിനെ പറഞ്ഞത് ശരിക്കും ഓൺലൈൻ സംഭവത്തിനെ എതിരായിട്ടില്ലേ, അതായത് ഇൻഫ്ലുവൻസറിനെ എതിരായിട്ടുള്ള ഒരു സാധനം കണക്കെ. ഇവിടെ എന്തും പറയാനുള്ള ഇതുണ്ട്. ശരിക്കും എന്ത് പറയണം, ഈ സെൻസർഷിപ്പ് കൊണ്ടുവരണം വീഡിയോസ്. ശരിക്കും സിനിമക്ക് തന്നെ സെൻസർഷിപ്പ് കൊണ്ടുവരുന്ന വീട് പരിപാടിയാ. ഒരു എന്താ പറയണ്ട, ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെ കളയുന്ന ഒരു പരിപാടിയാ. അത് പറഞ്ഞ കോണ എല്ലാരും ലാസ്റ്റ് കോണ. അങ്ങനെ സിനിമയിലും കണ്ടു വേണ്ടാള് കാണുവാൻ വന്നിട്ട് വേണ്ട അല്ല പിന്നെ വേണ്ടാത്തവരാണ് കാണുന്നവര് കാണുക. അങ്ങനെയല്ല, ദിലീപിന് നല്ല അഭിനയമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ ഒരുമാതിരി അല്ല നീ പറഞ്ഞ കംബാക്കാ ഗോയിങ് ബാക്കാ ദിലീപിന്റെ. ദിലീപ് നല്ല വൃത്തി കംബാക്ക് എന്ന് പറയണെങ്കിൽ വലിയ ഹിറ്റ് ആവണം. വലിയ ഹിറ്റ് ആവുന്ന അറിയില്ല, വിജയിക്കും ഈ പടം വിജയിക്കും. ഇത് മലയാളത്തിൽ അങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള പടം വിജയിക്കില്ല. അത് സത്യമാണ്. പക്ഷെ നല്ല പടങ്ങൾ വിജയിക്കില്ല. അങ്ങനെ എത്ര പടം കൊണ്ട് ചെറിയ പടം ഒന്നും വിജയിച്ചില്ല. അങ്ങനെ വിജയിച്ചേ തുടരും. അതൊരു ആറാട്ടായിരുന്നു. എനക്കൊന്ന് ഫാൻസ് അത്ര പടം ജയിക്കണം. അത് വരിക്കല്ല, നീ അത് പറയല്ലേ. അപ്പൊ അങ്ങനെ വേണ്ടാള് കാണാൻ സുമംഗലി തിയേറ്ററിൽ വന്നേ. ദിലീപിന്റെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്.
സിനിമയുണ്ട് വരുന്നുണ്ട്. സ്ക്രീൻ ഭയങ്കര മോശമാണ്, നമ്മുടെ സ്ക്രീന് ഭയങ്കര തീരെ ബ്രൈറ്റ്നസ് ഇല്ല, ടോർച്ച് അടിച്ച് നോക്കേണ്ടി വരും ഇങ്ങനെ. സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പൊ അങ്ങനെ വേണ്ടതിൽ കാണുക. അപ്പൊ വേണ്ടെല്ലാം കാണുവാ. അപ്പൊ കാണാൻ എല്ലാരും കാണാൻ പറ്റുന്നില്ലല്ലേ, നല്ല പടമാണ്. അപ്പൊ ഓക്കെ ബൈ. ഗൈസ് നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വേടാ. ഏത് സിനിമ കാണാനേ? പ്രിൻസ്. ഇങ്ങോട്ട് വേടാ. ഏത് സിനിമ കാണാനേ? പ്രിൻസിലെ എങ്ങനെയുണ്ട്? നല്ല തന്നെ. നല്ല തന്നെ. പടം എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയല്ലേ? കണ്ടിട്ടില്ലേ? വ്യാജന്മാര് ഫേക്ക് ഇതൊരു ഫേക്കാണ്. നമ്മളെ ഇതിലോട്ടെ ചെക്കന്മാരാണ്, പിള്ളേരുടെ സബ്സ്ക്രൈബറാണ്. ശ്രീജ